ഇതെന്താണെന്ന് മനസ്സിലായോ? അതേ, പച്ചക്കായാണ്. വറുത്തതും പൊരിച്ചതും ഒന്നുമില്ലാതെ ചോറ് കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2-3 സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു വലിയ പച്ചക്കായാണ് ഞാൻ എടുത്തത്. കട്ട് ചെയ്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 സ്പൂണ് കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ കൂടെ ചേർക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ പച്ചക്കായ കുക്കായി വരുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കുക. കുക്കായി വന്നാൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പച്ചക്കായയിൽ പിടിച്ചിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക.